ഇനി നമുക്ക് പെരുന്നാളിലേക്ക് വരാം. പെരുന്നാൾ എന്നാൽ പുതുവസ്ത്രങ്ങൾ അണിയുന്നതും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും മാത്രമല്ല, സ്നേഹം പങ്കുവെക്കലാണ് പെരുന്നാൾ. പെരുന്നാളിന് മുന്നോടിയായി നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുൻപ് തന്നെ സകാത്ത് നൽകി എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നമുക്ക് സാധിക്കണം. പെരുന്നാൾ ദിവസം പിണക്കങ്ങൾ മറന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കാം. ഫോണിലൂടെ മാത്രം ആശംസകൾ അറിയിക്കാതെ നേരിട്ട് പോയി കാണാൻ ശ്രമിക്കാം. കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനും ഈ ദിവസം മാറ്റിവെക്കാം. അയൽപ്പക്കത്തുള്ള മറ്റു മതസ്ഥരായ സുഹൃത്തുക്കളെയും നമ്മുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കാം. അത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ കൂടുതൽ ദൃഢമാക്കും. അവസാനമായി പറയാനുള്ളത്, ആഘോഷങ്ങൾക്കിടയിലും നന്മയുടെ പാത കൈവിടാതിരിക്കുക. ഈ റമദാൻ നമുക്ക് പകർന്നു തന്ന ആ ശുദ്ധി വരും വർഷം മുഴുവൻ നിലനിർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.